കൊച്ചിലെ മാതാപിതാക്കൾ നമ്മളോട് ചോദിക്കും, "വലുതാകുമ്പോൾ നിനക്ക് ആരാകണം?" എന്നൊക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പറയും, "പഠിച്ച് വലിയൊരു ഡോക്ടറാകണം" എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു വർഷം എത്ര ഡോക്ടർമാരാണ് ഉണ്ടാവുന്നത്? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 24,00,000 പേരാണ് നീറ്റ് എക്സാം എഴുതുന്നത്. അതിൽ വെറും 1,50,000 സീറ്റ് മാത്രമേ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ഉള്ളൂ. അതിലാണെങ്കിലോ 63,000 ഗവൺമെൻറ് സീറ്റുകൾ മാത്രം. എന്നാൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ MBBS പഠിക്കാം എന്ന് വിചാരിച്ചാലോ മിനിമം 60,00,000 രൂപ ഫീസും അതുപോലെ ഡൊണേഷൻസും വേറെയും കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പല കുട്ടികൾക്കും വിദേശത്ത് പോയി MBBS പഠിക്കേണ്ടി വരും. അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ NMCയുടെ റെക്കഗ്നിഷൻ ഇല്ലാത്ത പല യൂണിവേഴ്സിറ്റികളിൽ ഇവർ പോയി MBBS പഠിക്കാൻ പോകും. എന്നാൽ വിദേശത്ത് MBBS പഠിക്കാനായി ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട 5 മേജർ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നിങ്ങളുടെ കോഴ്സ് 54 മന്ത്സ് അല്ലെങ്കിൽ 4.5 ഇയേഴ്സ് ഡ്യൂറേഷൻ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഇന്ത്യയിൽ നമുക്ക് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് കോഴ്സ് കൂടാതെ 1 ഇയർ ഇന്റേൺഷിപ്പ് നിർബന്ധമാണ്. സോ 1 ഇയർ ഇന്റേൺഷിപ്പും നിങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമത്തത്, ഇത് ഇംഗ്ലീഷ് മീഡിയത്തിലാണോ നിങ്ങൾ പഠിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോൾ ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്ന ഒരു മെഡിക്കൽ കോളേജിലാണോ നിങ്ങൾ പഠിക്കുന്നത്, അത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജസ് ആണോ നിങ്ങൾ പഠിക്കുന്നത്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അഞ്ചാമത്തത്, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായി ഡിഗ്രി രജിസ്ട്രബിൾ ആണ് എന്നും കൂടി നിങ്ങൾ ഉറപ്പുവരുത്തുക. അതുപോലെ ഈ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ക്രെഡിറ്റ്സ് ആണ് കിട്ടുന്നത്, മിനിമം 360 ക്രെഡിറ്റ്സ് എങ്കിലും നിങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ എത്ര തിയററ്റിക്കൽ ക്ലാസ്സസും എത്ര പ്രാക്ടിക്കൽ സെഷൻസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. എന്നാൽ 45 to 50 ലാക്സിനുള്ളിൽ എല്ലാ ചെലവുകളും ഇൻക്ലൂഡിങ് യുവർ ട്യൂഷൻ ഫീസ്, അക്കോമഡേഷൻ, ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള യൂണിവേഴ്സിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് പല വിദേശ രാജ്യങ്ങളിലും. നേരത്തെ ഡിസ്കസ് ചെയ്ത NMCയുടെ അംഗീകാരവും ECFMGയുടെ അക്രഡിറ്റേഷനും ഒക്കെയുള്ള നിരവധി നല്ല കോളേജസും വിദേശത്ത് അവൈലബിൾ ആണ്. സോ ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റീസ് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യും എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫോർ മോർ സച്ച് ഇൻഫർമേഷൻ ഓൺ എഡ്യൂക്കേഷൻ, ട്രാവൽ ആൻഡ് ലൈഫ്, ഫോളോ മീ, ദീപക് സ്പീക്സ്, ആൻഡ് ഐ വിൽ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.